ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇഞ്ചിപ്പുളി, പുളിയിഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടിച്ചേർന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഓണം സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് വെക്കുക. ശേഷം അരിച്ചെടുത്ത് ഇത് മാറ്റി വെക്കേണ്ടതാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കേണ്ടതാണ്. ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ഇഞ്ചിയാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇഞ്ചി എടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി അതിന്റെ ചാറ് മൊത്തം മാറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇതിൽ കിടന്നൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള ആ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ആ ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്ന ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയം വെളിച്ചെണ്ണ പോരാ എങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് അതൊന്ന് മൊരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇതിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വാളൻപുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് പോരാ എങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് കായപ്പൊടിയാണ് ആവശ്യം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ 2 പൊടികളും ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര ലായനിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം പോരായെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇട്ട ശേഷം ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലെ എരിവും പുളിയും മധുരവും ഒക്കെ നന്നായിട്ടൊന്ന് കൂടിച്ചേരാനായിട്ട് നമുക്കിത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് റെഡിയാക്കി എടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം വെച്ചിട്ട് 2ാമത്തെ ദിവസം തൊട്ട് ഉപയോഗിക്കാവുന്നതാണ്. സദ്യയിലെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് കറിയും കൂടിയാണ്. നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു ഓണം വിഭവമായിട്ട് കാണും വരെ ബൈ.